പ്രണവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു എപ്പോഴാണ് ഞാൻ പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത പോലെയായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുവിനെ ഒരു എക്സ്പ്രഷനാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനമുണ്ട്. വേറെ പറയുന്നൊന്നുമില്ല, പറച്ചിലൊന്നുമില്ല. ഈ അപ്പു അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് ലാലേട്ടന് പല സ്ഥലത്തായിട്ട് തോന്നുന്നു, അങ്ങനെ ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് തോന്നിയിരുന്നു? അത് അവൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സിനിമയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമിറ്റേഷൻ വരരുതെന്ന് വിചാരിച്ചിട്ട് അത് വരാതെ പിടിക്കുമായിരുന്നു. അത് ഭയങ്കര ലൂസായിട്ട് അവൻ്റെ ബോഡി മൂവ് ചെയ്യുന്നത്. പക്ഷേ എവിടെയെങ്കിലും അതുപോലെ ഉണ്ടെന്ന് ആൾക്കാർ പറയണ്ടെന്ന് വെച്ചിട്ട് അത് പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ ഇപ്പോൾ ഇതിൽ അപ്പു ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത്രയും ലൂസായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ലൂസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജൊക്കെ ഉള്ള പോർഷൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവനങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ അങ്ങ് ചെയ്തതാ. അതങ്ങനെ നടക്കുള്ളൂ, അതങ്ങനെ നടക്കുക. അത് ഇത്ര നാളും പിടിച്ചു വെച്ചത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ അവനെ മാത്രം അറിയുന്ന ആ ക്ലോസ്ഡ് സ്പേസിൽ അവൻ്റെ ബിഹേവിയറും അവൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ പുറമേ കാണുന്ന ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അപ്പു അല്ലാത്തൊരു അപ്പു ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സൗഹൃദ സദസ്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു അപ്പുണ്ട്. അത് ഞാൻ ഹൃദയം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ലോകം എന്ന് പറഞ്ഞ പാട്ടൊക്കെ എടുക്കുന്ന സമയത്താണ് ചില സാധനങ്ങൾ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഇത് അത് തന്നെയാണല്ലോ എനിക്കിങ്ങനെ തോന്നിയ. അതാണ് ഞാൻ ധൈര്യത്തിൽ എഴുതിയത് ഇതിൽ. കാരണം അപ്പു ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, ഉറപ്പായിരുന്നു. അതെ, അല്ല വേറെ ആളെ നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. അല്ലേ? ഇതേപോലെയായിരുന്നു മലർവാടി ചെയ്യുമ്പോൾ നിവിൻ പ്രകാശനായിട്ടാണല്ലോ നിവിനെ ഓഡിഷൻ ചെയ്തത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പ്രകാശനേ അല്ല, ഇവൻ ആക്ച്വലി ഫുൾ തമാശയൊക്കെ അടിച്ച് നടക്കുന്ന ഒരാളാണ്. അതാണ് തട്ടത്തിൽ വന്നപ്പോൾ നമ്മളൊരാളെ വേറെ രീതിയിൽ ഡിസ്കവർ ചെയ്യാണല്ലോ. അതെ 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 അതെ. ഈ ഷാറുഖ്മാനെ പിടിച്ച് അഭിനയിപ്പിച്ചല്ലോ, അതും ഇത് തന്നെയാണ് റീസൺ. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഷാനുണ്ട്, നമുക്ക് മാത്രം അറിയാവുന്ന ആ ഒരു വേഷവും കൊടുത്തു അല്ലേ? അത് അവൻ ഇളകി ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഇളകി ചെയ്തിട്ടുണ്ടല്ലേ? ഇളകി ചെയ്തിട്ടുണ്ട്, ഇളക്കിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, അവൻ ഇളകി ചെയ്തിട്ടുണ്ട്. അതല്ലേ? അപ്പം അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ അഭിനയം നടനാക്കി മാറ്റിയിരിക്കുകയാണ്. അവൻ നടനാണ്. അവന് എന്താ പറയാ, എന്തായാലും പടം ഇറങ്ങട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ് എന്തെങ്കിലും പറഞ്ഞു. അപ്പം വേണ്ട ഒരു സാധനം ഉണ്ട് അവിടെ. ഷാൻ വേണ്ട ഒരു സാധനം ചെയ്തിട്ടുണ്ടല്ലോ, ഉറപ്പാണ്. അതാണല്ലോ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓവർ ഹൈപ്പ് ചെയ്യണ്ട. അല്ല, ഒരിക്കലും നമ്മൾ ഹൈപ്പ് ചെയ്യുന്നില്ല. ഈ സിനിമ ഒരു സാധാരണ സിനിമയാണ്, പഴയകാല കഥകളൊക്കെ കോർത്തിണക്കിയ സാധാ സിനിമ. ഇത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കണം, ഒരു ഹൈപ്പില്ല കേട്ടോ. നിങ്ങൾ പോയി കണ്ടാൽ മാത്രം മതി, അല്ലേ? നിങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇപ്പം വളരെ ഹാപ്പിയാണ്. ഇനി അടുത്ത പടം ഇവിടെ തന്നെയല്ലേ ചെയ്യുള്ളൂ? വേറെ ആരും കൂടി കഥയായിട്ട് വരണ്ടല്ലോ? ഇപ്പൊ ഒരു കൊല്ലത്തേക്കും കൂടെ ഇവിടെ തന്നെ ആയിരിക്കും. അടുത്ത ഇവിടെ തന്നെയല്ലേ ഉള്ളൂ? ഞാൻ ഭയങ്കര കംഫർട്ട് സോണിൽ. അങ്ങനെയുള്ള സ്ഥലത്തല്ലേ നമുക്ക് സിനിമ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 2 പടം ചെയ്തു. ഇപ്പൊ ആദ്യത്തെ പടം ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അതിന് മുമ്പ്. ഇപ്പൊ വർക്കിംഗ് പാറ്റേൺ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് വന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബോണ്ടിങ് ആയി. സിനിമയ്ക്കകത്ത് ഓക്കെ വിനീതിന്റെ വേ ഓഫ് പാറ്റേൺ അല്ലെങ്കിൽ എന്റെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം മൊത്തത്തില്. ഇപ്പൊ രണ്ടാമത്തെ പടം വന്നപ്പോൾ കുറച്ചും കൂടെ ഈസി ആയി. ഇപ്പൊ ഇപ്പത്തെ സ്റ്റേജിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇവ ആലോചിക്കണമെന്ന് പോലും നമുക്കറിയാം. വിനീത് എങ്ങനെ എന്നെ വീഴ്ത്താന്ന് എനിക്ക് പറയണ മുമ്പ് എനിക്കറിയാം എന്താ ആലോചിച്ച് പറയാൻ പോണേന്ന്. അതുകൊണ്ട് വീണേക്കാം. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.